ധീരനായ പുരുഷന്മാരുടെ രക്തത്തിൽ മാത്രമല്ല, ഭയമില്ലാത്ത പുത്രിമാരുടെ ധൈര്യത്തിലും ത്യാഗത്തിലും ദൃഢനിശ്ചയത്തിലും എഴുതപ്പെട്ടതാണ്. സ്ത്രീകൾ വീടിന്റെ നിഴലായി മാത്രം കഴിയേണ്ട കാലത്ത് അവർ മുന്നണിയിലെത്തി. യോദ്ധാക്കളായി, നേതാക്കളായി, കവികളായി, ദൂരദർശിനികളായി. യുദ്ധഭൂമിയിൽ വാളുകൾ വീശുന്നതിൽ നിന്ന് ലോകത്തിനു മുന്നിൽ ത്രിവർണ്ണ പതാക ഉയരുന്നതുവരെ, പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിൽ നിന്ന് വാക്കുകൾ കൊണ്ട് ഒരു രാഷ്ട്രത്തെ മോചിപ്പിക്കുന്നതുവരെ ഇവർ ദേശസ്നേഹത്തിന് ലിംഗമില്ലെന്ന് തെളിയിച്ചു. ഞങ്ങൾ നിങ്ങൾക്ക് സമർപ്പിക്കുന്നു ഭാരതത്തിന്റെ പുത്രിമാർ, സ്വാതന്ത്ര്യ സമരത്തിലെ വനിതകൾ. ഭാരതമാത വിശാലമായ ഹിമാലയത്തിന്റെ പൊടിമുടികളിൽ നിന്ന് തീരപ്രദേശങ്ങളിലെ തിരമാലകളിൽ വരെ തന്റെ മക്കളെ കരുതുന്ന മാതാവ്. അവളുടെ മണ്ണിൽ വീണ ഓരോ തുള്ളി രക്തവും സ്വാതന്ത്ര്യത്തിന്റെ വിത്തായി പൊങ്ങി. കാറ്റിന്റെ ശബ്ദത്തിലും മണ്ണിന്റെ സുഗന്ധത്തിലും ജനങ്ങളുടെ ഹൃദയമിടിപ്പിലും ജീവിക്കുന്ന അനശ്വര ശക്തി. അവളുടെ വിളി കേട്ടവർ അടങ്ങാതെ പൊരുതി. അവൾ വെറും ഭൂമിയല്ല, അവൾ ആത്മാവാണ്. സംസ്കാരത്തിന്റെ, ധൈര്യത്തിന്റെ, ത്യാഗത്തിന്റെ പ്രതീകം. ബേഗം ഹസ്രത്ത് മഹൽ. അവധിന്റെ സമതലങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന ബേഗം ഹസ്രത്ത് മഹൽ മുഖാവരണം മാറ്റി. 1857 വിപ്ലവത്തിൽ ആയുധമെടുത്ത ഒരു രാജ്ഞി. അവൾ ജനങ്ങളെ ഒന്നിപ്പിച്ചു, നാടിനെ കാത്തു, ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനു മുന്നിൽ തലകുനിക്കാതെ നിന്നു. ഫ്രഞ്ച് വംശജ, എന്നാൽ ഹൃദയം ഭാരതത്തിനായി. ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ ജ്വാല കത്തിച്ച ആനി ബസന്റ് സ്വയം ഭരണത്തിന്റെ സ്വപ്നം ഇന്ത്യക്കാർക്ക് പഠിപ്പിച്ചു. ജനനം ഇവിടെ അല്ലെങ്കിലും അവളുടെ ഹൃദയത്തിന്റെ സ്പന്ദനം ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിനായിരുന്നു. സരോജിനി നായിഡു. ഇന്ത്യയുടെ കോകില സരോജിനി നായിഡു. വാക്കുകൾ കവിതയും ശബ്ദം പ്രവർത്തനത്തിനുമുള്ള ആഹ്വാനമായിരുന്നു സരോജിനി നായിഡുവിൻ്റേത്. മാർച്ചുകൾക്ക് നേതൃത്വം നൽകി ലക്ഷങ്ങളെ പ്രചോദിപ്പിച്ചു. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ആദ്യ വനിതാ ഗവർണറായി. നേതൃത്വ പാഠകത്തിന് ലിംഗമില്ലെന്ന് തെളിയിച്ചു. ഝാൻസി റാണി ലക്ഷ്മിഭായ്. വയസ്സ് വെറും 29. എന്നാൽ ബ്രിട്ടീഷുകാർക്കെതിരെ വാളിന്റെ മിന്നലോടെ ചെറുത്തുനിന്ന ഭയരഹിത റാണി ലക്ഷ്മിഭായ് തന്റെ രാജ്യം ഒരിക്കലും കീഴടങ്ങില്ലെന്ന് പ്രതിജ്ഞ ചെയ്ത് അവസാന ശ്വാസം വരെ പൊരുതി. അക്കമാച്ചെറിയാൻ. തെക്കൻ ദേശമായ തിരുവിതാംകൂറിൽ നേതാക്കൾ തടവിലായപ്പോൾ മുന്നോട്ട് വന്ന അക്കമാച്ചെറിയാൻ 20,000 ജനങ്ങളെ നയിച്ച് ആയുധധാരികളായ പോലീസിനെ നേരിട്ടു. അക്കമാച്ചെറിയാനെ വെടിയുയർക്കാൻ ആയുധധാരികളായ പോലീസുകാർക്ക് ധൈര്യമുണ്ടായില്ല. ജനങ്ങൾ തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്ന് വിളിച്ചു. ദിഖാച്ചി ഖാമ. വിദേശ നാടായ ജർമ്മനിയിലെ സ്റ്റുട്ട്ഗാർട്ടിൽ 1907 മാഡം ദിഖാച്ചി ഖാമ ലോകത്തിനു മുന്നിൽ ആദ്യത്തെ ഇന്ത്യൻ ദേശീയ പതാക ഉയർത്തി. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം പ്രഖ്യാപിച്ചു. ആ പതാക അനവധി സ്വാതന്ത്ര്യ സേനാനികളുടെ പ്രത്യാശയുടെ ചിഹ്നമായി മാറി.